أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة وأحييناها فأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. വായത്തുലഹും അള്ളാഹു ഉണ്ട് എന്നതിനുള്ള അള്ളാഹുവും അവൻ്റെ അനുഗ്രഹത്തിലേക്കുമുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അൽ അർദുൽ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമി. അഹ്യൈനാഹ, അതിനെ നാം ജീവിപ്പിച്ചിരിക്കുന്നു എന്ന്. ഇത് വളരെ ഗൗരവമായി ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. എന്തിനാണ് ഇത് മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു പറയുന്നത്? ഏത് കാലത്തും മനുഷ്യന്റെ ഒരു നിഷേധാണ്. എന്ത്? മരിച്ചുപോയ ആളുകളെ ഇനി ജീവിപ്പിക്കാൻ മനുഷ്യന് അള്ളാഹ്ക്ക് കഴിയോ എന്ന്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പാണ്. നേരത്തെ അവൻ സൃഷ്ടിച്ചതിനെ ഒരിക്കൽ മടക്കി പടക്കുകയാണ്. അലൈഹി, മടക്കി സൃഷ്ടിക്കുക എന്നത് ഒന്നുകൂടി പ്രയാസരഹിതമാണ്. എന്തുകൊണ്ട്? ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് നേരത്തെ അതിനെ പടച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹ്ക്ക് അതിനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അതിനെ രണ്ടാമത്തെ മടക്കി പടക്കുന്നതിൽ എന്ത് പ്രയാസമാണുള്ളത്? കാരണം ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് അതിനെ അള്ളാഹു പഠിച്ചതാണല്ലോ. അപ്പോൾ അതിനുള്ള ദൃഷ്ടാന്താണ് ഈ പറയുന്നത്. അള്ളാഹു തആലക്ക് കഴിയാത്തൊരു കാര്യമില്ല. നിങ്ങൾ എല്ലാ കൊല്ലം കാണുന്നില്ലേ? മുട്ടക്കുന്നുകൾ പോലെ തരിശുനിലങ്ങളായി ഭൂമി ഇങ്ങനെ കിടക്കുക. പിന്നെ മഴ പെയ്യും, പിന്നെ അങ്ങനെ വരും. പ്രകൃതിയിലെ മണ്ണ് ഇങ്ങനെ ചരൽക്കല്ലും മണ്ണും കുന്നുമായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. അല്ലാഹു തആല വെള്ളത്തെ ചൊരിച്ചു തരും. വെള്ളത്തെ അതിന് ചൊരിച്ചുമ്പോൾ ഭൂമി ഫലഭൂയിഷ്ടമാകും. അപ്പോൾ പിന്നെ അമ്പത്തിനാ ഫിഹ, അതിൽ അള്ളാഹു തആല മുളപ്പിക്കും. എന്തൊക്കെ ഈ കാണുന്നതെല്ലാം എന്തൊക്കെയാ മുളപ്പിക്കുക? ഒരു വർഗ്ഗമാണോ? ഒരു വർഗ്ഗമല്ല, 1000 വർഗ്ഗങ്ങൾ. ചിന്തിക്ക്. അപ്പോൾ ഈ പറയപ്പെടുന്ന സസ്യങ്ങളുടെ മുഴുവനും അടിത്തറകൾ, യഥാർത്ഥമായ വിത്തുകളും വേരുകളും ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുക. ഒരവധി വരെ. ഏതവധി വരെ? അള്ളാഹു അവനെ ജീവിപ്പിക്കുന്നത് വരെ അങ്ങനെ കിടക്കും. പിന്നെ അള്ളാഹു അതിലേക്ക് മഴ പെയ്യിപ്പിക്കും. മഴ പെയ്യിപ്പിക്കുമ്പോൾ അത് ജീവിക്കും. ഇതെല്ലാ കൊല്ലങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് എന്താ മനുഷ്യന്മാരെ അള്ളാഹുവിനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തത്? ഉശരമായ മണ്ണിൽ നിന്ന് നിങ്ങളെ അള്ളാഹ്ക്ക് പടക്കുക എന്ത് ബുദ്ധിമുട്ടാണ്! കുന്നു ഫയകൂൻ, ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കും. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അതിനെയൊക്കെ ഉണ്ടാക്കും. അള്ളാഹ്ക്കതെല്ലാം പ്രയാസമില്ലാത്ത കാര്യമല്ലേ? അത് അള്ളാഹ്ക്കൊരു ബുദ്ധിമുട്ടുള്ള സംഗതി അല്ലല്ലോ. ആയത്തുല്ലഹും, അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിലേക്ക് മനുഷ്യനെ ചിന്തിക്കാനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അൽ അർദുൽ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമി. അഹ്യൈനാഹാ, ഭൂമി അള്ളാഹു ജീവിപ്പിച്ചുവല്ലോ. നീ അത് ചിന്തിക്കണില്ലേ? മരിച്ചെടുക്കല്ലേ? ഒന്നുമില്ലല്ലോ. പിന്നെ അള്ളാഹു തആല അതിലേക്ക് വെള്ളത്തെ അയച്ചിട്ട് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ കോടാനക്കോടി വർഗ്ഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഉണ്ടാവും. പുല്ലുകൾ, എത്ര തരം പുല്ലാണ് ഉണ്ടാവുന്നത്?
എന്നാൽ ഈ വേനൽ എത്ര വേനലാണ് കിടന്നത്, എന്നിട്ട് ഇതൊക്കെ അങ്ങനെ കിടക്കല്ലേ അവിടെ, ഉണക്കാണ്. അതിനെ ഉണക്കി 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 വിത്ത്, നിങ്ങൾ നോക്കി, വിത്തിനെ പരമാവധി ഉണക്കുക. വിത്ത് ഉണക്ക് കമ്മിണ്ടായാൽ പിന്നെ കൃഷിയാക്കാൻ പറ്റില്ല, കൃഷി ഉണ്ടാവില്ല. വിത്തിനെ പരമാവധി എന്ത് ചെയ്യും? ഉണക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനെ കൊല്ലാണ്. എന്തിന്? എന്താണ് മനുഷ്യന്മാര്? വിത്തിനെ പരമാവധി എന്ത് ചെയ്യുക? വയലിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് അങ്ങനെ തന്നെ മുളക്കൂല, അങ്ങനെ മുളക്കൂല. ഇനി അഥവാ വയലിൽ കിടന്ന് അങ്ങനെ മുളച്ചാൽ അതിനോട്ട് കരുത്തും ഉണ്ടാവില്ല. അതൊക്കെ ഒരു 2 കാറ്റാണ് കൊള്ളുമ്പോഴത്തിന് കരിഞ്ഞു പോകും. വയലിൽ നിന്ന് ചിലപ്പോൾ കൊയ്യാൻ നേരം വൈകിയാൽ വിത്ത് മുളക്കും. പക്ഷെ അത് 1-2 കാറ്റും തീക്കാറ്റും കൊള്ളുമ്പോഴത്തിന് മരിച്ചു പോകും, അതിന് ജീവൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് നെല്ലിനെ എന്ത് ചെയ്യും? നെല്ലിനെ കൊണ്ടുവന്നത്, നെല്ലും വിത്തും രണ്ടാണ്. നെല്ലിന് വിത്തും രണ്ടാണ്. നെല്ലൊരു പ്രത്യേക പരുവത്തിലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്തിട്ട് പിന്നെ അതിനെ നമ്മൾ അരിയാക്കും. വിത്ത് അങ്ങനെയല്ല. വിത്തിനെ നമ്മൾ പരമാവധി പിന്നെയും അതിലുള്ള ഈർപ്പത്തിൻ്റെ നേരിയ അംശം വരെ വറ്റുന്ന രൂപത്തിൽ അതിനെ കുന്നളയും. ചിലപ്പോൾ 14 ഉണക്ക് വരെയൊക്കെ ഉണക്കും വിത്ത്. നല്ല വിത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിത്തൊക്കെ വല്ലാതെ ഉണങ്ങേണ്ടി വരും. കാരണം നല്ല തോടുള്ള കട്ടിയുള്ള മണിയാണെങ്കിൽ ഉണക്കി 10-14 ഉണക്കും. എന്തിന്? നല്ല വേനലിൻ്റെ വെയിലിട്ട് ഉണക്കുക. എന്തിനെ? ഈ വിത്തിന്. നിങ്ങൾ ചിന്തിക്കുക. അപ്പം പരമാവധി എന്തിനാ? എന്നിട്ട് പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ? പിന്നെ കൃഷിക്ക് എടുക്കാൻ നേരം വൈകിയാൽ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഒന്നും കൂടി ഇടയ്ക്ക് വിത്തിനെടുത്തിട്ട് പിന്നെ ഉണക്കും, പിന്നെ ഇടും. ചിന്തിക്ക്. ചിലപ്പോൾ വിത്താക്കി വെച്ച വല്ലത്തിൽ ചിലപ്പോൾ ഈർപ്പുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പത്തോടുകൂടെ അതിനെ മണ്ണിലിട്ടാൽ മുളക്കൂല. പിന്നെ എന്ത് ചെയ്യണം? ഉണക്കണം. നിങ്ങൾ ചിന്തിക്ക്, എത്ര വലിയ പാടാണതൊക്കെ. അങ്ങനെ അതിനെ പരമാവധി കൊല്ലും. പിന്നെന്ത് ചെയ്യും? പിന്നെ കർഷകൻ വന്നിട്ട് അതിനെ മുറത്തിലിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വിറ്റിടും. വിത്തിട്ടിട്ട് എന്താ ചെയ്യാ? പിന്നെ മഴ പെയ്യും, ഇങ്ങനെ മുളക്കും മെല്ലെ മെല്ലെ. كزرع أخرج شطأه فأزره فاستغلظ واستوى على سوقه يعجب الزراع ليغيظ بهم الكفار. കർഷകരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മുള ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ട് അത് കരുത്തോടുകൂടെ തണ്ടിൽ എണീറ്റ് നിൽക്കും. എവിടുന്നാണിത്? ഉണങ്ങിയ മണ്ണ്, ഉണങ്ങിയ വിത്ത്. എന്നിട്ട് എന്ത് വന്നു അതിലേക്ക്? എന്ത് വന്ന്? വെള്ളം വന്നപ്പോൾ പിന്നെ ഇന്ന് ജീവൻ ഇങ്ങനെ മുള പൊട്ടി. അള്ളാഹുവിന്റെ പേരാണ് ഫാലിഖുൽ ഹബ്ബി വന്നവാ. ധാന്യത്തെയും കുരുവിനെയും മുള പൊട്ടിക്കുന്നവൻ അള്ളാഹു ആകുന്നു. അവൻ ഫാലിഖുൽ ഹബ്ബാണ്. ധാന്യത്തിന്റെ മുള പൊട്ടിച്ചത് അള്ളാഹു ആണ്. ഫാലിഖുൽ ഹബ്ബാണ്. ഭയങ്കര അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേരാണ് ഫാലിഖുൽ ഹബ്ബ്. അള്ളാഹ് ഭയങ്കര ഇഷ്ടമുള്ള പേരാണത്. ഫാലിഖുൽ ഹബ്ബി വന്നവാ. അങ്ങനെയാണ്. വിത്തിനെയും ധാന്യത്തെയും കുരുവിനെയും മുള പൊട്ടിച്ചവൻ അല്ലാഹു. അതിങ്ങനെ മുള പൊട്ടും. കരുത്തായ സ്ഥലത്ത് മുളയാണ്ട് പൊട്ടിയിട്ട് പിന്നാണ്ട് വളരും. അപ്പൊ നിങ്ങൾ പഠിക്കണില്ലേ മനുഷ്യന്മാരെ? മനുഷ്യൻ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ അതിന്ന് വരുമ്പോൾ എന്ത് പച്ചപ്പായ കരുത്തോട് കൂടിയാണ് ഇത് ജീവൻ വരുന്നത്. സത്യത്തിൽ മരിച്ചെടുക്കല്ലായിരുന്നു. ഏത് വിത്ത്? ഉണങ്ങിയ മണ്ണ്, ഉണങ്ങിയ വിത്ത്. പിന്നെ ലേശം വെള്ളം വന്നപ്പോൾ എന്തായി? അതെങ്ങനെ വരിക? മരിച്ചല്ലേ അത്? മനസ്സിലായില്ല. ഈർപ്പത്തിന്റെ നേരിയ അംശം പോലും ഈ വിത്തിലുണ്ടാകാൻ പാടില്ല. അതിനെ കൊന്നിട്ടുണ്ട്, പറ്റ ഉണങ്ങിയിട്ടുണ്ട്, ചൂട്ടായി.
ഇനി അതിൽ പച്ചപ്പിന്റെ അംശമേ ഉണ്ടാവൂല. അതിനാണ് പിന്നെ അള്ളാഹു എന്ത് കൊണ്ടുവന്നത്? പച്ചപ്പിനെ കൊണ്ടുവന്നത്. ചിന്തിക്കുന്നില്ലേ? അതാണ് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ പ്രകൃതിയിൽ തന്നെ ഏറ്റവും വലിയ പാഠാണ് ഈ കാണുന്നത് മുഴുവൻ. അല്ലാഹു തആല ഈ പ്രകൃതി നിക്ഷേപിച്ചിട്ടുള്ള സംഗതികൾ നിങ്ങൾ ചിന്തിച്ചോക്ക്. അതുകൊണ്ട് മനുഷ്യനെ മണ്ണിലിട്ട് ഇങ്ങനെ മൂടും. വിത്തിനെ മൂടും പോലെ മണ്ണിലിട്ട് മൂടും. പിന്നെ ആ മണ്ണങ്ങനെ മരിച്ചു കിടക്കും. ഇങ്ങനെ മരിച്ചു കിടക്കും. അത് ചിന്തിക്കണം. മനുഷ്യന്മാരെ ആലോചിക്കുകയും മനുഷ്യന്മാരെ ഇങ്ങനെ മണ്ണിലിട്ട് മൂടും. അങ്ങനെ കിഴങ്ങുകളൊക്കെ മൂടുന്നത് പോലെ, ചേന, ചേമ്പ് ഇതിനൊക്കെ മൂടും പോലെ. കുറച്ചും കൂടി വലിയൊരു ചേമ്പാണ് ആര്? മനുഷ്യൻ. മണ്ണിലിട്ട് മൂടും. പിന്നെ അതങ്ങനെ കിടക്കും. പിന്നെ പിന്നെ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് സയ്യിദ്ന ഇസ്രാഫീൽ കാളത്തിലൂട്ടും. പിന്നീട് വിട്ടു. كأني أنظر إلى أهل لا إله إلا الله يقومون من قبورهم فينفضون التراب من رؤوسهم فيقولون الحمد لله. മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർ സയ്യിദുനാ ഇസ്രാഫീലിന്റെ ഊത്ത് കേട്ടാൽ ചിരിച്ചുകൊണ്ട് എണീക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയാണ്. പുണ്യ റസൂൽ പറയാ, അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവരാണ്. അവർ ഫരിഹീന മുസ്തബ്ശിരീന, സന്തോഷഭരിതരായി മണ്ണിൽ നിന്ന് എണീക്കുകയും ഫയഖൂലൂന അൽഹംദുലില്ലാഹ്, മണ്ണിൽ നിന്ന് എണീറ്റാൽ ഉടനെ അവർ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്യും. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. മച്ചങ്ങനെ കിടക്കുക. പിന്നെ കൽപ്പന വന്നു, എണീക്ക്. പൊണ്ണെണീക്കും. എല്ലാം മണ്ണെന്ന് എണീക്കും. അല്ലാഹു തആല കിടക്കുക നിസാരല്ലേ? അപ്പൊ ചിന്തിക്ക്, എന്താണ് ഇവിടെ മനുഷ്യർ നബിമാരും ഇവിടെ എതിരാളികളും തമ്മിലുള്ള കാര്യമായ തർക്കം ഇതാണ്. അത് ഇന്നും എന്നും അതാണ്. എന്നും എന്നും അതാണ്. എന്നത്തെയും വിഷയം അതാണ്. ചിന്തിക്ക്. എന്ത് ഇവിടെ ഇനി ഒരു പുനർജന്മമൊന്നുമില്ല. ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞോ? إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. നമ്മുടെ ഈ ജീവിതമല്ലാതെ മറ്റൊന്നുമില്ല. നമൂതു വനഹ്യ, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹ്റു, കാലമല്ലാതെ നമ്മളെ കേടുവരുത്തുന്നില്ല. എക്കാലത്തും മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണത്. നമ്മുടെ സ്വാധീനപ്പെടുന്നത് ഒരു പടച്ചോനൊന്നുമില്ല. നമ്മളിൽ സ്വാധീനിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. എന്ത്? കാലം. വമാ യുഹ്ലികുനാ ഇല്ല ദഹ്റു, നമ്മെ കാലമല്ലാതെ മറ്റൊന്നും കേടുവരുത്തുകയില്ല. കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ വയസ്സന്മാരായി മരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒന്നുമില്ല, അങ്ങനെ മരിച്ചുപോയി എന്ന്. അപ്പൊ ഏത് കാലം ഇന്നത്തെയും വിഷയം അതാണല്ലോ. ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ചർച്ച ഇന്നിപ്പോ ഭൂമിയിൽ ചൂട് കൂടി എന്നുള്ളതാണ്. ഭൂമിയിൽ ചൂട് കൂടുമ്പോൾ മനുഷ്യൻ ഇന്ന് കാര്യമായ ചർച്ച ഇനി എങ്ങനെ ഭൂമിയിൽ ഇവിടെ മനുഷ്യർ ജീവിക്കും എന്നാണ്. രണ്ടാമത്തെ വൃത്തത്തിൽ വന്ന് എത്തിച്ചേരാൻ കഴിയണില്ല. എന്ത്? ഭൂമിയിൽ ഇനി മനുഷ്യർക്ക് ജീവിക്കുന്നതിൻ്റെ പരിധി കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തെ തട്ട് തുടങ്ങാനായി എന്നൊരു മെസ്സേജാണ് ഇപ്പോൾ ഉള്ളത്. ഈ മെസ്സേജിൽ എത്തിച്ചേരാൻ ഇവർക്കൊന്നും കഴിയില്ല. ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ വീണ്ടും നമ്മൾ റീപ്ലാന്റേഷൻ കൊണ്ടുവരും.